हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम्। 26ാമത്തെ ശ്ലോകം കഴിഞ്ഞു എന്നല്ല നമ്മളെ ജന്നൂർ നാരായണോ നര. ഇന്ന് നമ്മൾ 27ഉം 28ഉം ശ്ലോകങ്ങൾ ചെല്ലാം. അസംഖ്യേയോ അപ്രമേയാത്മാ വിശിഷ്ടശിഷ്ടകൃശ്ചുചി സിദ്ധാർത്ഥ സിദ്ധസങ്കൽപ്പ സിദ്ധിദ സിദ്ധിസാധന വൃഷാഹി വൃഷഭോ വിഷ്ണുർ വൃഷുപർവാ വൃഷോദരാ വർദ്ധനോ വർദ്ധമാനശ്ച വിവിക്തശ്രുതിസാഗരാ. ഇന്ന് നമ്മൾ കാണുന്ന നാമം 247ാമത്തെ അസംഖ്യേയ. സംഖ്യേയ എന്ന് വെച്ചെങ്കിൽ എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തവൻ എന്നർത്ഥം. അദ്ദേഹത്തിൻ്റെ ഭാവരൂപങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. എണ്ണത്തിന് അതീതമായിട്ടുള്ളവൻ, അസംഖ്യമായിട്ടുള്ളവൻ, ഒരു സംഖ്യ കൊണ്ട് നിർണ്ണയിക്കാൻ പറ്റാത്തവൻ. ഭഗവാന്റെ നാമങ്ങൾ, രൂപങ്ങൾ, ഭാവങ്ങൾ നിരവധിയാണ്, ഒന്നല്ല. നമ്മുടെ പരിമിതമായിട്ടുള്ള ബുദ്ധിക്ക് തന്നെ എന്തെല്ലാം നാമങ്ങളും രൂപങ്ങളും ഭാവങ്ങളും ഭഗവാന്റെ ഓർമ്മ വരും. നമുക്ക് ആലോചിക്കും. അപ്പോൾ ഈ ജഗത്ത് മുഴുവനും അദ്ദേഹം തന്നെയല്ലേ നിൽക്കണത്. നമ്മളുടെ മുമ്പിൽ മാത്രമല്ലോ അദ്ദേഹം വന്ന് നിൽക്കുന്നത്, ജഗത്തിൽ മുഴുവൻ വന്ന് നിൽക്കുകയാണ്. ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളുടെയോ ഭൂമിയിൽ കാണുന്ന ജീവജാലങ്ങളുടെയോ എണ്ണം നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല. അത്രയ്ക്കധികം വിഭൂതികളാണ് ഭഗവാനുള്ളത്. ഇതെല്ലാം തരത്തിലുള്ള ജീവജാലങ്ങൾ, സസ്യലതാദികൾ, പക്ഷിമൃഗാദികൾ, മനുഷ്യന്മാർ, മറ്റുള്ള ഭൂതങ്ങൾ, വേറിട്ട് പോയി കഴിഞ്ഞാൽ നക്ഷത്രങ്ങൾ, ഇതെല്ലാം എത്രയോ തരം, ഇതെല്ലാം ഭഗവാന്റെ വിഭൂതി തന്നെയല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് എണ്ണി കണക്കാക്കുക, കാറ്റഗറൈസ് ചെയ്യുക? ആകെപ്പാടെ ഇത്രയുണ്ട് എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. എത്ര സെൻസസ് എടുത്താലും ശരിക്കുള്ള കണക്ക് കിട്ടില്ല. അതുകൊണ്ട് അസംഖ്യേയ, സംഖ്യ തിട്ടപ്പെടുത്താൻ പറ്റില്ല. പോപ്പുലേഷൻ എത്രയാണെന്ന് തിട്ടപ്പെടുത്താൻ പറ്റില്ല. പോപ്പുലേഷൻ എന്ന് വെച്ചെങ്കിൽ മനുഷ്യൻ്റെ പോപ്പുലേഷൻ മാത്രമല്ല, അതന്നെ തിട്ടപ്പെടുത്താൻ പറ്റില്ല. പക്ഷിമൃഗാദികളുടെ പോപ്പുലേഷൻ എങ്ങനെയത് കിട്ടി? ഈ ചെറിയ ഒരു കൊതു എന്ന് പറയുന്ന സാധനം നിസ്സാരമാണ്. എത്ര എണ്ണം ഉണ്ട് കൊതു ലോകത്തിൽ? ഒരു കണക്കുണ്ടോ എല്ലാവർക്കും? ഈച്ച എത്ര എണ്ണം ഉണ്ട് ലോകത്തിൽ? ഓരോ ഈച്ചയുടെ ഉള്ളിലും ഭഗവാന്റെ ശക്തിയില്ലേ? ഓരോ കൊതുവിൻ്റെ ഉള്ളിലും ഭഗവാന്റെ ശക്തിയില്ലേ? ശീമലോ ബ്രഹ്മലോ എന്ന് ത്യാഗരാജസ്വാമി പാടിയത്. ശീമൻ മീൻസ് ഉറുമ്പ്. ഉറുമ്പിൻ്റെ ഉള്ളിലും ഭഗവാന്റെ ശക്തിയില്ല. ഓരോ ഉറുമ്പിൻ്റെ ഉള്ളിലും, എല്ലാ ഉറുമ്പുകൾക്കും ഒരു ശക്തി കൊടുക്കുകയല്ലല്ലോ ചെയ്യണം. ഓരോ ഉറുമ്പിൻ്റെ ഉള്ളിലും അതിനെ കൊണ്ട് നടക്കാനുള്ള ശക്തി ഭഗവാനുണ്ട്. ഓരോ മൂട്ടയുടെ ഉള്ളിലും ഉണ്ട്, ഓരോ കൊതുവിൻ്റെ ഉള്ളിലും ഉണ്ട്, ഓരോ പെരിച്ചാഴിയുടെ ഉള്ളിലും ഉണ്ട്, ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഉണ്ട്. അപ്പോൾ എത്രയും എണ്ണം
അതുപോലെ പക്ഷി മൃഗാദികൾ, എത്ര കണക്കിന് മൃഗങ്ങൾ, എത്ര കണക്കിന് പക്ഷികൾ, എത്ര കണക്കിന് ജന്തുക്കൾ, മനുഷ്യന്മാരടക്കം. സസ്യലതാദികൾ, പർവ്വതങ്ങൾ, കടലുകൾ. ആലോചിച്ച് നോക്കൂ. അപ്പം എന്താ വിഭൂതി എന്നൊക്കെ എങ്ങനെ എണ്ണാൻ പറ്റുക? അപ്പം അതിന് അസംഖ്യ എന്നല്ലാണ്ട് എന്താ പറയാ? ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് ഇങ്ങനെ നോക്കാൻ നല്ലതാണ്. ഭഗവാന്റെ വിഭൂതികളെ എവിടേക്കാണ് കിടന്ന് പടർന്ന് കിടക്കണത്. അയ്യോ അല്ലേ? അർജുനൻ വിശ്വരൂപം കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. വിശ്വരൂപം കണ്ട മാത്രയിൽ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ വർണ്ണിക്കുന്നു. നമുക്കൊക്കെ മനസ്സിലാകാൻ പറ്റുന്ന ഭാഷയിൽ. ഫീലിങ്സ് പുറത്തേക്ക് വരുന്നില്ല മുഴുവൻ, എന്നാലും ഉള്ളത് വെച്ചിട്ട് പരിമിതമായിട്ടുള്ള വാക്കുകളെ കൊണ്ടിട്ട് അദ്ദേഹം കാണുന്നത് മുഴുവൻ അവിടെ വർണ്ണിച്ചു തരേണ്ടത് നമുക്ക്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഭഗവാന്റെ അവതാരം എവിടെ കിടക്കണമെന്ന്, വിശ്വരൂപം എവിടെ കിടക്കണമെന്ന്, എന്തെല്ലാം വിശ്വരൂപത്തിൽ അടങ്ങിയിട്ടുണ്ടെന്ന്. അദ്ദേഹം പറഞ്ഞ അനേകം കൈകളോടും ഉദരങ്ങളോടും മുഖങ്ങളോടും നേത്രങ്ങളോടും എണ്ണമറ്റ സ്വരൂപങ്ങളോടും കൂടി ഭഗവാനെ ഞാൻ എല്ലായിടത്തും കാണുന്നു എന്നാണ് അങ്ങ് പറയുന്നത്. എല്ലാ ദിക്കിലും എവിടെ തിരിഞ്ഞു നോക്കിയാലും ഭഗവാൻ തന്നെയാണ്. അതോ എങ്ങനത്തെ ഭഗവാൻ? അനേകം കൈ, അനേകം കാല്, അനേകം മുഖം, അനേകം നേത്രം, എണ്ണമില്ലാത്ത സ്വരൂപങ്ങളാണ് ഭഗവാനുള്ളത്. ഏതെല്ലാം ഭാവങ്ങൾ. ചില ഭാഗത്ത് ചിരിച്ചിരിക്കണു, ചില ഭാഗത്ത് വിഷമിച്ചിരിക്കണു. വിഷമിക്കല്ല, വിഷമിക്കൽ ഭഗവാനില്ല, ജന്മന ഇല്ലാത്തൊരു സ്വഭാവമാണ്. ചില ഭാഗത്ത് രൗദ്രഭാവത്തിലിരിക്കണു, ദേഷ്യം വന്നിരിക്കണു. പല രൂപത്തിലുള്ള ആളുകൾ, താടി വെച്ചവർ, താടി ഇല്ലാത്തവർ, താടിക്കാർ, പകുതി താടിയുള്ളവർ, മീശക്കാർ, മുറിമീശന്മാർ, എന്തെല്ലാം അവിടെ കാണാം. എല്ലായിടത്തും ഭഗവാനെ കാണുകയാണെന്നാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞതല്ല, അത് കണ്ട ആൾ പറയേണ്ടതാണ്. അർജുനൻ റെക്കോർഡ് ചെയ്യണതാണത്. അങ്ങയുടെ തുടക്കം എവിടെയാണ്, മധ്യഭാഗം എവിടെയാണ്, അവസാന ഭാഗം എവിടെയാണ്, ഒരറിവില്ല. അനന്തശയനത്തിൽ കിടക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് അറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ പോകണം. ഒന്ന് തല കാണണം, ഒന്ന് വയർഭാഗം കാണണം, മധ്യഭാഗം കാണണം, ഒന്ന് കാൽഭാഗം കാണണം. ഫുള്ള് സഞ്ചരിച്ചാലേ, ആ മണ്ഡപം മുഴുവൻ സഞ്ചരിച്ചാലേ ഭഗവാന്റെ രൂപം ഏതാണ്ട് പിടികിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ശരിക്കുള്ള വിശ്വരൂപം ഒന്ന് ആലോചിച്ചു നോക്കും. അനേകബാഹു ഉദരവക്ത്രനേത്രം പശ്യാമി ത്വം സർവതോ അനന്തരൂപ നാന്തം ന മധ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. 11-ാം അധ്യായത്തിൽ വിശ്വരൂപ ദർശനം. പെരുത്ത കൈകാൽ വയർ കണ്ണുമായി അനന്തരൂപത്തൊടു കാണു നിന്നെ. ഒരു തർജ്ജമ നോക്കൂ. ഇതിനാ സംസ്കൃതം പഠിക്കണം, മലയാളം വായിച്ചാൽ പോരെ? കുഞ്ഞോട്ട് തമ്പുരാൻ്റെ തർജ്ജമ നോക്കിയാൽ പോരെ? പെരുത്തകാൽ കൈകാൽ വയർ കണ്ണുമായിട്ട് അനന്തരൂപത്തൊടു കാണു നിന്നെ, അല്ലേ? അനേക ബാഹൂദരവക്ത്രനേത്രം പശ്യാമി ത്വം സർവതോ അനന്തരൂപ. നിന്നാദിയും മധ്യവും അന്തവും ഞാൻ കാൺമേല വിശ്വേശ്വര വിശ്വമൂർത്തേ. അസംഖ്യ അല്ലാണ്ട് എന്താ പറയുന്നതിന്? ഇത് വേറൊരു വാക്കെന്താ? ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, മത്ത പരതരം കിഞ്ചിതസ്തി ധനഞ്ജയ. അർജുന, ഈ എന്നിൽ നിന്നു വേറിട്ടായി ഒന്നുമില്ല ധനഞ്ജയ. ഈ കാണുന്ന ഭൂലോകത്തിൽ എന്നെ ഒഴിച്ചു നിർത്തി വേറെ ഒന്നുമില്ല ഈ ലോകത്തിൽ അർജുന. എല്ലാം, എവറിതിങ്, ഐ ആം ദ സോൾ പ്രൊപ്രൈറ്റർ.
പാർട്ട്ണർഷിപ്പൊന്നുമില്ല അതിൽ. സോൾ പ്രൊപ്രൈറ്റർ. വേറെ ആർക്കും ഇതിൽ പങ്കില്ല. മത്ത പരതം അന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ. ഈ എന്നിൽ നിന്നു വേറിട്ടായി ഒന്നുമില്ല ധനഞ്ജയ. കാണുന്നതെല്ലാം ഞാനാണ് ഭഗവാൻ. എൻ്റെ അംശമാണ് അതെല്ലാം കാണുന്നത്. അരൂപിയും അതേസമയം അനന്തരൂപിയാണ് ഭഗവാൻ. അരൂപിയാണ്, അതേസമയം അനന്തരൂപമാണ്. ഏകസ്ത്വം സർവരൂപഭാഗ്. ഏകനാണ് ഭഗവാൻ, സർവരൂപഭാഗ്. എല്ലാ രൂപങ്ങളിലും എല്ലാ രൂപങ്ങൾക്കും പ്രത്യക്ഷമായി കാണിക്കുന്ന ഒരാളാണ്, പ്രത്യക്ഷപ്പെടുന്നത്. എല്ലാ രൂപങ്ങളെയും പ്രത്യക്ഷപ്പെടുത്തുന്ന ആളാണ്. സർവജ്ഞസ്ത്വം അവിജ്ഞാതും സർവയോനിസ്ത്വമാത്മഭൂ സർവപ്രഭു അനീശസ്ത്വം ഏകസ്ത്വം സർവരൂപഭാഗ്. ഏകസ്ത്വം, നീ ഒറ്റയ്ക്കാണ്, ഒരേ ഒരാളാണ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. സർവരൂപഭാഗ്. എല്ലാ രൂപങ്ങളും പ്രതിഭാസിക്കുന്നത് നീ കാരനാണ്. നീയാണ് ഇതിൻ്റെ ഒക്കെ പ്രകാശകൻ. ഇതിനു മുമ്പ് നമ്മൾ നാമം പഠിച്ചിട്ടില്ലേ? അനിർദ്ദേശ്യ വപുസ്. അനിർദ്ദേശ്യ വപു ശ്രീമാൻ. ആ നിർദ്ദേശ്യ വപു, നിർദ്ദേശിക്കാൻ പറ്റില്ല, കാണാൻ പറ്റില്ല, തിട്ടപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് ഭഗവാൻ മഹാവിഷ്ണു അസംഖ്യേയൻ തന്നെ. അസംഖ്യേയ പറഞ്ഞ് എണ്ണി കാണിച്ചു തരാൻ പറ്റില്ല എന്നർത്ഥം. ലക്ഷലക്ഷക്കണക്കിന്, കോടിക്കണക്കിന്. സംഖ്യയ്ക്കൊന്നും അവിടെ ഒരു എന്താ പറയുക, റെലവൻസും ഇല്ല, പ്രസക്തിയില്ല സംഖ്യകൾക്കൊന്നും. അതിനൊക്കെ അത്ര അതീതമായി കിടക്കണം. സംഖ്യയ്ക്കൊന്നും അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അസംഖ്യേയ. ഒറ്റ വാക്കിലങ്ങോട്ട് കഴിച്ചു വ്യാസൻ. മനസ്സിലായില്ലേ? അപ്പം അടുത്ത നാമം നമുക്ക് നോക്കാം. 248 അപ്രമേയാത്മാ. അപ്രമേയാത്മാ, ഓർമ്മയുണ്ടോ ഈ നാമം? മുമ്പ് വിസ്തരിച്ചതാണത്. അപ്രമേയോ ഋഷികേശ നമ്മൾ കണ്ടതാ, വളരെ വിപുലമായിട്ട് കണ്ടു. അത് പ്രത്യക്ഷം, അനുമാനം, ഉപമാനം ഇതൊക്കെ പറഞ്ഞതാ. ഓർമ്മ വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാനൊന്നിങ്ങനെ ഓർമ്മ വരാനായിട്ട് ഓരോന്ന്, അതാണ് ഈ വാക്കുകൾ ഞാൻ ഓരോന്നിങ്ങനെ കുത്തിയിടുന്നത്. അപ്രമേയം എന്നുള്ളതിന് പ്രത്യക്ഷം, അനുമാനം, ഉപമാനം ഇങ്ങനെയുള്ള പ്രമാണ പദ്ധതി വഴി അറിയാൻ സാധിക്കാത്തവനാണ് ഭഗവാൻ. വ്യക്തമായിട്ട് കണ്ടത്. അതിന് രണ്ടാമത് നമ്മൾ വിവരിക്കേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക്. അപ്പോൾ ആ പോർഷനൊന്ന്, അപ്രമേയ എന്നുള്ള ശ്ലോകം ഒന്ന് റീപ്ലേ ചെയ്യൂ. അല്ലെങ്കിൽ വല്ല വ്യാഖ്യാനം ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ വ്യാഖ്യാനം അപ്രമേയോ ഋഷികേശ എന്നുള്ള അപ്രമേയ എന്നുള്ള അവിടെ എടുത്ത് നോക്കൂ. അതെന്തും ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത്. ഭഗവാനെ നമുക്ക് പ്രമേയമാക്കാൻ പറ്റില്ല. യു കനോട്ട് മേക്ക് എം ആൻ ഒബ്ജക്റ്റ് ഓഫ് ഒബ്സർവേഷൻ, object of understanding, because he is the very subject. He is not experimental, he is experienceable. എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിഭാസമല്ല മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ. യു കനോട്ട് എക്സ്പെരിമെൻറ്റ് കം ഓൺ ഷോ മീ ഇൻ ദ ടെസ്റ്റ് ട്യൂബ്, കാണിക്കാൻ പറ്റില്ല. ബട്ട് യു ക്യാൻ എക്സ്പീരിയൻസ്. എക്സ്പെരിമെൻ്റൽ അല്ല, എക്സ്പീരിയൻസബിൾ ആണ്. യതോ വാചാ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു ഉപനിഷത്ത് വാക്യാണത്. യഥോ വാചാ നിവർത്തന്തേ എന്താണ്? യഥോ വാചാ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. മനസ്സടക്കം തിരിച്ചു വന്നു പിള്ളേരൊക്കെ ആയിട്ട്. പറ്റില്ല കേട്ടോ, ഞങ്ങളൊക്കെ പോയി നോക്കി, പക്ഷേ അവിടെ രക്ഷയില്ല, അങ്ങ് അടുക്കാൻ പറ്റണില്ല. അങ്ങോട്ട് ഭയങ്കര തിരക്കാണ് അവിടെ, നിങ്ങളെ കൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റില്ല. യഥോ വാച, വാക്കുകൾ ഇത്യാദിയായിട്ടുള്ള ഇന്ദ്രിയങ്ങളെല്ലാം
വാക്ക് ഇത്യാദി ഇന്ദ്രിയങ്ങൾ മനസ്സടക്കം റിട്ടേൺഡ് ബാക്ക് വിത്തൗട്ട് ഫുൾഫില്ലിങ് ദി അസൈൻമെൻറ്റ്. അപ്പം അനിർദ്ദേശ്യവുയായ ഭഗവാനെ നിശ്ചയമായി പറയാൻ ആർക്കും സാധിക്കില്ല എന്നാണ്. വ്യക്തമാക്കി അതിനെ ഡിഫൈൻ ചെയ്ത് പറയാൻ പറ്റില്ല. ഗോഡ് ഡിഫൈൻഡ് ഈസ് ഗോഡ് ഡിഫൈൽഡ്. ഭഗവാനെ വ്യാഖ്യാനിക്കാൻ പോയാൽ അത് വഷളായിത്തീരും. പറ്റില്ല. വ്യാഖ്യാനിക്കാനുള്ളൊരു വസ്തുവല്ല അത്. അത് മനസ്സിലാക്കാനുള്ളൊരു വസ്തുവാണ്, അനുഭവിക്കാനുള്ളൊരു വസ്തുവാണ്. അതാണ് അപ്രമേയാത്മാ. വിശിഷ്ട, അടുത്ത നാമം വിശിഷ്ട. 249 നാമം വിശിഷ്ട. വിശിഷ്ട എന്ന് വെച്ചാൽ വിശേഷ, വിശേഷപ്പെട്ട എന്നർത്ഥം. വിശിഷ്യ, വിശേഷ, അതുല്യമായ മഹിമയാൽ എല്ലാറ്റിനെയും അതിശയിക്കുന്നവൻ, എല്ലാവരെയും കവിച്ചു വയ്ക്കും. പരമാത്മാവ് മഹാവിഷ്ണു എല്ലാ ലോകങ്ങൾക്കും ആധാരമാണ്. നമ്മൾ കണ്ടതാണെന്നല്ല, ആധാരം. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അവസ്ഥകൾക്ക് അതീതമായി തുര്യാവസ്ഥയിൽ നിലകൊള്ളുന്നത് കൊണ്ട് വിശിഷ്ട എന്ന് പറയുന്നു. നമ്മളൊക്കെ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. നമ്മളൊക്കെ ഏത് ലെവൽ വരെ എത്തിയിട്ടാണ് തിരിച്ചു പോരുന്നത്? ജാഗ്രത് തീർച്ചയായിട്ടും ഉണ്ട്, സ്വപ്ന ഉണ്ട്, സുഷുപ്തി ഉണ്ട്, ഫുൾ സ്റ്റോപ്പ്. സുഷുപ്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരോ പിന്നാക്കം വരച്ചു, ബാക്ക് ടു നിങ്ങളുടെ ജാഗ്രത്. ഇതല്ലേ നമ്മുടെ സൈക്കിള്. ഈ റിംഗ് റോഡിലല്ലേ നമ്മൾ കിടന്ന് കളിക്കുള്ളൂ. നമ്മുടെ മെട്രോ ഈ റിംഗ് റോഡിലല്ലേ ഓടുള്ളൂ. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, അത്രയേ ഉള്ളൂ. ഏത് കൊല കൊമ്പൻ്റെയും, ഏത് ഐൻസ്റ്റൈൻ്റെയും, ഏത് എന്താ പറയുക ശകുന്തളാദേവിയുടെയും ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്താ? ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. ഈ 3 സ്റ്റേഷനിൽ കിടന്ന് ഇങ്ങനെ കറങ്ങും, സർക്കിൾ അടിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ. അതല്ലേ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ഈ 3 ക്ഷേത്രങ്ങളിലുള്ള സൈക്ലിംഗ് ആണ് നമ്മുടെ ലൈഫ് സൈക്കിൾ. അതാണ് നമ്മുടെ റിംഗ് റോഡ്. ഭഗവാൻ അതല്ല. ഭഗവാന്റെ താമസം എവിടെയാ? ഇതൊക്കെ കഴിഞ്ഞ് അപ്പുറത്തൊന്നുണ്ട്, തുരീയാവസ്ഥ. അവിടെയാണ് കിടക്കണം മൂപ്പര്. അതുകൊണ്ടാണ് വിശിഷ്ട എന്ന് പറയുന്നത്, വിശേഷപ്പെട്ടവൻ. സംതിങ് സ്പെഷ്യൽ ആണ് വിശേഷ. സംതിങ് സ്പെഷ്യൽ ഇസ് ക്യാരക്ടറിസ്റ്റിക്. അങ്ങനൊരു എന്താ പറയുക, അതിന് പറയാം മാസ്റ്റർ പീസാണത്. മാസ്റ്റർ പീസ്, ഇറ്റ്സ് സ്പെഷ്യാലിറ്റി. മനസ്സിലായില്ലേ? അതുകൊണ്ട് വിശിഷ്ട എന്ന് പറയാൻ കാരണം ഉപാധി ത്രിയാതന്യം ആത്മാനാം അവധാരയേത് എന്ന് പറയും വിവേക ചൂടാമണിയിൽ. ഉപാധി 3 ഉപാധികളാണ് നമുക്കുള്ളത്. ആ 3 ഉപാധികളൊക്കെ അന്യമായിട്ട് ഉപാധി ത്രിതയാത് അന്യ ആത്മാനാം അവധാരയേത്. 3 ഉപാധികൾ ഏതൊക്കെയാ? 3 എക്വിപ്മെൻറ്റ്സ് നമ്മളുടെ കയ്യിലുള്ളത്. 3 മിഷനറി ഇൻസ്റ്റാൾ ചെയ്ത് ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് നമുക്ക് ഫാക്ടറി തുടങ്ങാൻ പറഞ്ഞിട്ട്. 3 മിഷനറി ഉള്ളത്, ശരീര, മനസ്സ്, ബുദ്ധി. അതിനാണ് ഉപാധി ത്രിതയാച അന്യ ആത്മനാ അവധാരയേത്. ഇതിൽ നിന്ന് ഭിന്നമായിട്ട് ഇതൊന്നുമല്ലാത്ത ശരീരവും മനസ്സും ബുദ്ധിയല്ല, neither the body nor the mind nor the intellect, beyond BMI. അപ്പോൾ ആത്മാവ് ഈ 3 ഉപാധികളിൽ നിന്ന് വേറെയാണെന്ന് മനസ്സിലാക്കണം എന്നാണ് വിവേക ചൂടാമണിക്കാരൻ ശങ്കരാചാര്യൻ പറയുന്നത്. സകലതിനെയും അതിശയിപ്പിക്കുന്ന മീൻസ് ബിയോണ്ട് എവറിത്തിങ്. അതൊന്നല്ല എൻ്റെ ബൗണ്ടറി ലൈൻ. എല്ലാ പ്രസ്ഥാനങ്ങളെയും അതിശയിപ്പിക്കുന്ന നിത്യവുമായിരിക്കുന്നവനാണ് ആത്മാവ് എന്ന് പറയുന്നത്.
ഈസ് പെർമനൻറ്റ്. കുറച്ചൊരു ഫ്ലാഷ് സെക്കൻഡിന് റെയിൻബോ കാണുന്ന പോലെ കണ്ടിട്ട്, ഇതിൽ വാൽനക്ഷത്രം കാണുന്ന പോലെ കണ്ടിട്ട് പിന്നെ അങ്ങോട്ട് ആഫീസ് പൂട്ടി പോവുകയല്ല ചെയ്യണം. നിത്യം, എവർ ലാസ്റ്റിംഗ്, കണ്ടിന്യൂസ്ലി, വിശിഷ്ടനായിട്ട്, അപ്രമേയനായിട്ട്, അസംഖ്യനായിട്ട്. ഇത് റെയിനിങ്, REIGN, റെയിനിങ്, വിലസാണ് ഭഗവാന്റെ വിഭൂതികളും ഭഗവാന്റെ മഹിമകളും. നായകര ഫോള് പോലെയാണ്, ഒരു സ്റ്റോപ്പില്ല, നോൺ സ്റ്റോപ്പ് വിഭൂതികളുടെ. അപ്പം അങ്ങനെയുള്ളൊരു പ്രതിഭാസത്തെക്കുറിച്ച് ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നു. ആ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് പറയുന്നതും കേൾക്കുന്നതും കാണുന്നതും ആശ്ചര്യമാണെന്ന് പറയണം. അത് പറയണ കേൾക്കുമ്പോൾ തന്നെ ഒരു ആശ്ചര്യമാണ്. കേൾക്കുന്നത് ഒരു ആശ്ചര്യമാണ്, കാണുന്നത് ആശ്ചര്യമാണ്. അല്ലേ? ആശ്ചര്യം. നോക്കൂ, നമ്മൾ ഈ സൃഷ്ടി ഒന്ന് കണ്ണു തുറന്ന് നോക്കൂ. നമ്മുടെ മുന്നിൽ വെറൈറ്റീസ്, വാട്ട് ഓൾ വെറൈറ്റീസ്. ആ 4 മണി എന്ന് പറഞ്ഞാൽ 4 മണിക്ക് എങ്ങനെ അലാം വെച്ചിട്ടാണ് ആ പൂ വിടരുന്നത്? 4 മണി പുഷ്പം എങ്ങനെയാണ് നമ്മുടെ ഫിംഗറിൻ്റെ ഒരു ടച്ച് കൊണ്ടൊരു ഇല തൊട്ടവാടിയായിട്ട് വാടി നിൽക്കുന്നത്? എന്ത് കെമിക്കൽ ഫോട്ടോഗ്രാഫിയാണ് ഈ ഓന്തിനുള്ളത് നിറം മാറാൻ? വാട്ട് ഈസ് ദറ്റ് കെമിസ്ട്രി ഇൻ ഹിം? ആലോചിച്ച് നോക്കൂ. ഏത് ഭഗവാന്റെ സൃഷ്ടി ഏത് വേണമെങ്കിൽ എടുത്തോളൂ. യു ടേക്ക് ഹ്യൂമൻ ബോഡി, വാട്ട് എ വണ്ടർ അല്ലേ? അപ്പം അതിനെക്കുറിച്ച് കേൾക്കുന്നതും പറയുന്നതും കാണുന്നതും എല്ലാം ആശ്ചര്യമാണ്. എന്താ പറയുക, ഒരു വാവ് ഫീലിംഗ്. വാവ്. എന്താ ഈ വാവ് ആവാൻ കാരണം? ഇറ്റ് ഈസ് എ വണ്ടർ. ആശ്ചര്യം തന്നെ വണ്ടറാണ്. വാട്ട് ഈസ് എ വണ്ടർ? എന്താ ആശ്ചര്യം നമ്മൾ പറയുന്നത്? വാട്ട് ഈസ് ഇറ്റ്? നമ്മൾ എപ്പോഴെങ്കിലും അനലൈസ് ചെയ്തിട്ടുണ്ടോ? വാട്ട് ഈസ് എ വണ്ടർ? വണ്ടർ എന്ന് പറയുന്നത് എപ്പോഴാ? ആശ്ചര്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാ? ഒന്ന് കേൾക്കുമ്പോഴോ കാണുമ്പോഴോ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴോ ആ കാണുന്നതോ കേൾക്കുന്നതോ സംസാരിക്കുന്നതോ ആയ എന്താ പറയുക സബ്ജക്റ്റ്, ആ വിഷയം നമ്മളുടെ മനസ്സിനോ ഇന്ദ്രിയങ്ങൾക്കോ ബുദ്ധിക്കോ എത്തിപ്പിടിക്കാൻ പറ്റാത്തത്. 2 + 2 5. He proves that it is 5. Wow! എന്താ കാരണം? 2 + 2 4 ആണ്. എല്ലാവർക്കും 4 ആണ്. ഞങ്ങളെല്ലാം പഠിച്ചിരിക്കുന്നത്. ഇയാളെങ്ങനെയാണ് ഇപ്പോൾ 5 ആക്കിയേ? ഓ, അതെങ്ങനെയത്? ദാറ്റ്സ് എ വണ്ടർ. അപ്പോൾ നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ആശ്ചര്യം എന്ന് പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ എന്താ ആശ്ചര്യമുള്ളത്? അത് സ്വാഭാവികം. അങ്ങനെയല്ലേ സ്വാഭാവികം? കയ്യ് തീൻ്റെ മുകളിൽ കാണിച്ചാൽ പൊള്ളില്ലേ? അത് സ്വാഭാവികം. അപ്പോൾ ഭഗവാനെ പറ്റി പറയുന്നതും കേൾക്കുന്നതും കാണുന്നതും, ഭഗവാന്റെ സ്വരൂപം, ഭഗവാന്റെ വിശ്വരൂപം, ഭഗവാന്റെ വിഭൂതികളും കാണുന്നതായാലും ശരി, അതിനെക്കുറിച്ച് കേൾക്കുന്നതായാലും ശരി, അതിനെക്കുറിച്ച് പറയുന്നതായാലും ശരി, എല്ലാ സമയത്തും എ ഫീലിംഗ് ഓഫ് വാവ്, ആശ്ചര്യം. ആശ്ചര്യവത് പശ്യതി കശ്ചിതേന. ഒരാൾക്ക് പറയുമ്പോൾ ആശ്ചര്യം തോന്നുന്നു. ആശ്ചര്യവാത് അതിഥിതൈവ ചാന്യ. ഒരാൾക്ക് അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നുന്നു. ആശ്ചര്യവശ്ചൈനമന്യ ശൃണോതി.
ആശ്ചര്യം ആശ്ചര്യയെ വദന ചെയ്യുക എല്ലാം ആശ്ചര്യം തന്നെ. ആശ്ചര്യവർ പശ്യതി കശ്ചിതാന. കാണുമ്പോൾ ആശ്ചര്യം തോന്നുന്നു. പശ്യതി കാണുമ്പോൾ ആശ്ചര്യം തോന്നുന്നു. ആശ്ചര്യവർ പശ്യതി കശ്ചിതേന. ആശ്ചര്യവാദത്വതി തഥൈവ വാച്യാന്യ. അതിനെക്കുറിച്ച് പറയുമ്പോൾ ആശ്ചര്യം തോന്നുന്നു. ആശ്ചര്യവത് ചൈനം അന്യശൃണോതി. വേറൊരാൾക്ക് അതിനെക്കുറിച്ച് ശൃണോതി കേൾക്കുമ്പോൾ ആശ്ചര്യം ഉണ്ടാവുന്നു. ശ്രുത്യാപേന വേദന സകഞ്ഞ. എന്നാലും ഈ കേൾക്കുന്നവന് ഇത് വലുത് അറിയുന്നുണ്ടോ? അറിയണമില്ല. അവനും ഇത് ആശ്ചര്യം തന്നെയാണ്. ഇതൊക്കെ ആശ്ചര്യം കണ്ടിട്ടും കേട്ടിട്ടും മുമ്പിലും പഠിക്കണ്ടോ? ഏയ് ഇതന്നെ. ആശ്ചര്യമട്ടിവനെ കാണുമേകൻ. ഇവനെ മീൻസ് ആ ബ്രഹ്മത്തിനെ, ആ ഭഗവാനെ ആശ്ചര്യമട്ടിവനെ കാണുമേകൻ. ആശ്ചര്യത്തോടു കൂടിയിട്ടാണ് ഇവനെ കാണുന്നത്. ആശ്ചര്യവത് പശ്യതി കശ്ചിതേന. ആശ്ചര്യമട്ടോതിടും മറ്റൊരുത്തൻ. ആശ്ചര്യവാദത്വതി തഥൈവ വാച്യ. വേറൊരാളത് ആശ്ചര്യത്തോടു കൂടി പറയും. ആശ്ചര്യമട്ട് അന്യനെ കേട്ടിരിക്കും. വേറൊരുത്തൻ ആശ്ചര്യത്തോടുകൂടി ഇങ്ങനെ കേട്ടിരിക്കും, ചെവി കൂർപ്പിച്ചിട്ട്. എന്താ ഈ കേൾക്കണത്? സപ്താഹം എന്താ വൈകുന്നേരം വരെ ക്ലാസ്സിന് പോയിരുന്നിട്ട് അവസാനം മുത്തശ്ശി പറയും എല്ലാം ഭഗവാന്റെ ലീല, ഈശ്വരോ ഗുരുവായൂരപ്പാ എന്ന് പറഞ്ഞ് ബുക്ക് മടക്കിങ്ങിട്ട് പോരും. ആശ്ചര്യം തന്നെ, എല്ലാം ആശ്ചര്യം. കേട്ടാലുമിങ് അറിയില്ലൊട്ടും അന്യൻ. കേട്ടാലും ചിലവർക്ക് ഇത് മനസ്സിലാവില്ല. അന്യർക്ക് അത് മനസ്സിലാവുകയും പോലുമില്ല. കേട്ടാലും മനസ്സിലാവില്ല. അപ്പം എല്ലാം ദർ ഇസ് എ സെൻസ് ഓഫ് വണ്ടർമെൻറ്റ്. ആശ്ചര്യമാണെന്ന് പറയുന്നത്. അതെന്താ കാരണം? ആ ഒബ്ജക്റ്റ് ഓഫ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ആ നമ്മൾ ചിന്തിക്കുന്ന വിഷയം വിശിഷ്ടമായിട്ടുള്ളതായതുകൊണ്ട്, നമ്മളുടെ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ബുദ്ധിക്കും പിടികിട്ടാത്തതായതുകൊണ്ട്, അതിനെ വിശിഷ്ട വസ്തുവായിട്ട് കണക്കാക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കതെല്ലാം ആശ്ചര്യമായിട്ടാണ് തോന്നുന്നത്. ബിക്കോസ് ഇറ്റ് കനോട്ട് ബി ക്യാപ്ചേർഡ് ബൈ അവർ ബോഡി, മൈൻഡ് ഓർ ഇൻ്റലക്റ്റ്. അടുത്ത നാമം ശിഷ്ടകൃത്. ശിഷ്ടകൃത് ശാസനം നൽകുന്നവൻ എന്നൊരർത്ഥമുണ്ട്. ശിഷ്ടകൃത് സജ്ജനങ്ങളാക്കുന്നവൻ. ശിഷ്ടകൃത് ശിഷ്ടന്മാർ എന്നുള്ള അർത്ഥത്തിൽ ശിഷ്ടകൃത്. ശിഷ്ടകൃത് എല്ലാറ്റിനെയും പാലിക്കുന്നവൻ. മൂന്നർത്ഥം പറയുന്നുണ്ട് പണ്ഡിതന്മാരുടെ വ്യാഖ്യാനത്തിൽ. ശാസനം നൽകുന്നവൻ, സജ്ജനങ്ങളാക്കുന്നവൻ, സജ്ജനങ്ങളാക്കി തീർക്കുന്നവൻ, ജനങ്ങളെ, സൃഷ്ടികളെ സജ്ജനങ്ങളാക്കി തീർക്കുന്നവൻ, എല്ലാറ്റിനെയും പാലിച്ച് കൊണ്ട് നടക്കുന്നവൻ. ഇതെല്ലാം ശിഷ്ടകൃത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥമാണെന്നാണ് പറയുന്നത്. യമ എന്നൊരു നാമം നമ്മൾ പഠിച്ചിട്ടില്ലേ? നിയമോ യമ. മുമ്പ് കണ്ടിരുന്നു നമ്മൾ. പ്രപഞ്ചത്തെ തൻ്റെ ആജ്ഞയിൽ നിർത്തുന്നവൻ എന്നാണ് നമ്മൾ അന്ന് വ്യാഖ്യാനിച്ചത്, അല്ലേ? പ്രപഞ്ചത്തിനെ തൻ്റെ ആജ്ഞയിൽ നിർത്തുന്നവനാണ് യമൻ. ആ പേരിന് തന്നെ ഒരു ഗമയില്ലേ, യമ. തൻ്റെ ചൊൽപ്പടിയിൽ എല്ലാവരും നിർത്തുന്നു, യമൻ. അപ്പം ആ ആജ്ഞയിൽ നിർത്തുവാൻ ശാസ്താവായി ശാസനകൾ നൽകും. ശാസ്താവ്, എസ്റ്റാബ്ലിഷർ ഓർ മെയിൻറ്റെയിനർ, മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾ, ശാസനം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾ ശാസ്താവ്. അപ്പോൾ അതിന് ശാസ്താവായിട്ട് ശാസനകൾ നൽകി. ഇവിടെ ഈ നാമത്തിൽ ശിഷ്ടകൃത് എന്ന നാമത്തിൽ ഭഗവാൻ നിയമകർത്താവും ഭഗവാനാണ്. നിയമവും നിയമപാലകനും ഭഗവാനാണ്. ഈസ് ബോത്ത് ദ ലോ ആൻഡ് ദി ലോ ഇംപ്ലിമെൻറ്റർ. നിയമോ യമ. നിയമമാണ് യമനുമാണ്, രണ്ടുമാണ്. അതാണ് ശിഷ്ടകൃത്. ശാസന നൽകുന്നവൻ, ശാസിക്കുന്നവൻ.
ശാസിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ജഗത് പിതാവല്ലേ, കുട്ടികളെ ശാസിക്കണ്ടേ? അല്ലെങ്കിൽ അവർ കൈയൊഴിഞ്ഞ മട്ടിൽ പോവില്ലേ? ശാസന ആവശ്യമാണ്, അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഒരു മനസ്സിനെ ഡിസിപ്ലിൻ ചെയ്യാൻ, ഒരു ജീവിത എന്താ പറയുക, ഒരു 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 ലൈഫ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശാസന വേണം. ഏത് തുറയിലാണ്, ഏത് ഡിസിപ്ലിനിലാണ്, ഏത് എന്താ പറയുക ഫീൽഡ് ഓഫ് ആക്ടിവിറ്റീസിലാണ് ഡിസിപ്ലിൻ വേണ്ടാത്തത്? ഈവൻ ഇൻ ബ്ലാക്ക് മാർക്കറ്റ് ദർ മസ്റ്റ് ബി എ ഡിസിപ്ലിൻ. വേണ്ടേ? ഡിസിപ്ലിൻ ഇല്ലാത്തത് ഏതാ? എല്ലാറ്റിനും ഡിസിപ്ലിൻ വേണം, എല്ലാറ്റിനും ശാസനം വേണം. ഒരു ബൗണ്ടറി, ഒരു ഒരു ബൗണ്ടറി ലൈൻ വേണം, ഒരു ഡിസിപ്ലിൻ വേണം, ഒരു ശാസന വേണം. ആ ശാസന ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഒരു ശാസ്താവ് വേണം. എന്നാലേ ആർക്കത് ശരിയാവുള്ളൂ. അല്ലാണ്ട് ഫ്രീ ഫോർ ആൾ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ദർ മസ്റ്റ് ബി സം എലിമെൻ്റ് ഓഫ് ശാസനം. അത് ഫോർമലാവാം, ഇൻഫോർമലാവാം, രണ്ടും ആവാം, രണ്ടും കൂടിയിട്ടാവാം, പല പ്രൊപ്പോർഷനിലും ആവാം. 90% ഫോർമൽ, 10% ഇൻഫോർമൽ, 90% ഇൻഫോർമൽ, 10% ഫോർമൽ, 50-50, ഏത് കോമ്പിനേഷൻ വേണമെങ്കിൽ ആവാം. ഭഗവാൻ അത് എങ്ങനെ വേണമെങ്കിൽ എടുത്ത് ഉപയോഗിക്കും. ആരുടെ നേർക്കാണോ ഉപയോഗിക്കണം, അവരുടെ ക്യാരക്ടർ അനുസരിച്ചിട്ട്, അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട്, അവരുടെ ഹിസ്റ്ററി ജോഗ്രഫി അനുസരിച്ചിട്ട്, അവരുടെ ലൈഫ് കെമിസ്ട്രി അനുസരിച്ചിട്ട് ശാസന ഫോർമലായിട്ട് വേണോ, ഇൻഫോർമലായിട്ട് വേണോ? ഫോർമലായിട്ടുള്ള ശാസനം പറ്റുള്ളൂ എന്നുള്ളത് ഫോർമലായിട്ടുള്ള ശാസനം തന്നെ കൊടുക്കുക ഭഗവാൻ. പടത്ത് പറമ്പ്, വരമ്പത്ത് കൂലി. അഡ്വൈസ് രൂപത്തിൽ കൊടുക്കും. വേണ്ട കുട്ടിയെ, ആ വഴി കൂടെ പോണ്ട, കുറച്ച് തകരാറാണ്. ചിലരൊക്കെ ഉണ്ട്, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഗുരുവായൂർ നടക്കൽ പോയിട്ട് തുളസിയിലിട്ട് നോക്കും. കൺഫ്യൂഷൻ വന്നാൽ എന്താ ചെയ്യുക? ആരോടെ ചോദിക്കുക? അത് തുളസിയിലും പിടിച്ചു പോകും. എന്നിട്ട് നടക്കിൽ വന്നിട്ട് കാര്യം ആലോചിച്ച് ഞാൻ അങ്ങനെ ചെയ്യണോ, അങ്ങനെ ചെയ്യണോ, മലന്ന് വന്നാൽ അങ്ങനെ ചെയ്യും, കവുന്ന് വന്നാൽ അങ്ങനെ ചെയ്യും. ഇട്ട് നോക്കുമ്പോൾ കവുന്ന് വന്നു. ചെയ്യണ്ടെന്നാണ് പറഞ്ഞ ഭഗവാൻ. ചെയ്യണില്ല. ഓണസ്റ്റായിട്ട് ചെയ്യുന്നവർ അതല്ല. ഇവിടുന്ന് ഓൾറെഡി തീരുമാനം എടുത്തിട്ടാ പോയി വെച്ചാൽ ജ്യോത്സ്യം പറഞ്ഞ പോലെ മാറ്റി മറിച്ചും പറയും. അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം, അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. ജ്യോത്സ്യനെ കുറ്റം പറയാൻ പറ്റില്ല നമുക്ക്. മാറ്റർ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. മഹാന്മാർ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുള്ള രീതി അനുസരിച്ച് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യണം. മലന്നാ വന്നു കഴിഞ്ഞാൽ ഉണ്ടോ, എനിക്കിഷ്ടമായി. അപ്പോൾ ഞാനത് ഭഗവാനെ പോലത്തിട്ട് നല്ല കാര്യം, ഭഗവാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരട്ടോ ഭഗവാൻ, ഞാൻ അങ്ങനെ ചെയ്യാൻ പോവാം. തിരിച്ചാൽ വന്നുവെച്ചാലോ, അതല്ല, ഇട്ടത് ശരിയല്ല, തുളസിയില ഇട്ടത് എങ്ങനെയല്ല ഇടേണ്ടത്, തിരിച്ചിടേണ്ടിയിരുന്നു. ഇതിനതിന് 100 കാരനായി. അപ്പോൾ പറഞ്ഞു വന്നെന്താ വെച്ചാൽ ഫോർമലായിട്ടുള്ള ശാസനകൾ ഉണ്ടാവാം, ഇൻഫോർമലായിട്ടുള്ള ശാസനകൾ ഉണ്ടാവാം. അതൊക്കെ ശിഷ്ടകൃത്തിൻ്റെ സാമർഥ്യം പോലെ ഇരിക്കും, അദ്ദേഹത്തിൻ്റെ നിർണയം പോലെ ഇരിക്കും അതൊക്കെ. അപ്പോൾ ജഗത് പിതാവ് എന്നുള്ള നിലയ്ക്ക് ജീവജാലങ്ങളുടെ ജീവജാലങ്ങളെ ശിഷ്ടരാക്കേണ്ട ചുമതല, ശിഷ്ടര മീൻസ് സജ്ജനങ്ങളാക്കേണ്ട ചുമതല, സൃഷ്ടികളുടെ ക്യാരക്ടർ ബിൽഡിംഗ് റെസ്പോൺസിബിലിറ്റി ഇസ് ഫാദേഴ്സ് ജോബ്. അല്ലേ? പേരൻസിൻ്റെ ജോബല്ലേ ക്യാരക്ടർ ബിൽഡിംഗ്. കുട്ടികളുടെ ക്യാരക്ടർ ആരാ ബിൽഡ് ചെയ്ത് കൊടുക്കുക? അപ്പോൾ നല്ല വഴിയിൽ ദുർവാസനകളൊക്കെ നീക്കി ധർമ്മവും നീതിയുമായ വഴിയിൽ ജീവിക്കാൻ ആഹ്വാനം നൽകുന്നു. ആർക്ക്? സൃഷ്ടികൾക്ക്. അത് അഡ്വൈസറി ആയിരിക്കാം, കമ്പൾസറി ആയിരിക്കാം, എന്തുമായിരിക്കാം. ചിലപ്പോൾ ചിലവർക്ക് ശാസനം കൂടുതൽ വേണ്ടി വരും. രാക്ഷസീയ സ്വഭാവമുള്ളവർക്കൊക്കെ ശാസനം കൂടുതൽ വേണ്ടി വരും. ചിലപ്പോൾ അവർ പോണ വഴിക്ക് അങ്ങോട്ട് വിട്ടു കൊടുക്കുമ്പോൾ ഏതൊരു ഓടും, ഓന്ത ഓടിയാലും എത്രത്തോളം ഓടും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിട്ടു കൊടുക്കും. തിരിച്ചു വരും, പിന്നെയും പോവും. ആ ഒരു രീതിയുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പോവാം.
അല്ലെങ്കിൽ ആഹ്വാനത്തോടു കൂടിയിട്ട്, അഡ്വൈസറി ഇൻ നേച്ചർ, മൈൽഡായിട്ട് അഡ്വൈസ് കൊടുക്കാം. അങ്ങനെ അഡ്വൈസ് കൊടുത്താൽ മതിയാവും ചിലവർക്ക്. സജ്ജനങ്ങളായിട്ട് മാറാൻ ചെറിയൊരു ഒരു ഇൻഡിക്കേഷൻ കൊടുക്കുക വേണ്ടു, എളുപ്പത്തിൽ മാറിക്കൊള്ളു വരും. അങ്ങനെയാക്കാം. അപ്പോൾ അൾട്ടിമേറ്റ്ലി മനുഷ്യന്മാരുടെ ദുർവാസനകൾ നീക്കി ധർമ്മനീതിയിൽ ജീവിക്കാൻ അവരെ ആഹ്വാനം ചെയ്യുന്നു, അവരെ പഠിപ്പിക്കുന്നു, അവരെ നയിക്കുന്നു, അവരെ നിയന്ത്രിക്കുന്നു. കൃത് എന്ന ശബ്ദത്തിന് പരിപാലനം എന്നൊരർത്ഥമുണ്ട്. കൃത്ത് എന്ന് വെച്ചാൽ പരിപാലിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശാസനകളാൽ അദ്ദേഹം ലോകത്തിനെ പരിപാലിക്കുന്നു. ഹി മെയിൻറ്റെയിൻസ് ദി വേൾഡ് വിത്ത് ഹിസ് ലോസ്, ഡിവൈൻ ലോസ്. അൾട്ടിമേറ്റ് പർപ്പസ് എന്താ? ദുർവാസനകൾ നശിപ്പിക്കുക. അതിനുള്ള മെത്തേഡ് എന്തൊക്കെ വെച്ചാൽ നോക്കും. ശിഷ്ടനാക്കി വിടുക, ശിഷ്ടനാക്കി വിടുക. അതാണ് കൂടുതൽ അർത്ഥം, കുറച്ചുകൂടി അപ്പീലിംഗ് ആയിട്ട് ഇതിന് തോന്നുന്നത്. അപ്പീലല്ല, എല്ലാം ശരി തന്നെയാണ്. പക്ഷേ എങ്കിലും നമുക്ക് മനസ്സിന് കൂടുതൽ ഇണങ്ങുന്ന, എനിക്ക് കേട്ടോ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയാം. ശിഷ്ടകൃത് എന്ന് വെച്ചെങ്കിൽ ശിഷ്ടരാക്കി മാറ്റുക. ഭഗവാന്റെ സൃഷ്ടികളെ ശിഷ്ടരാക്കി മാറ്റുക. കാരണം ശിഷ്ടരാക്കി മാറ്റിയാലേ ജന്മം കുറഞ്ഞു കിട്ടുള്ളൂ. ഗ്രേറ്റർ ദ ശിഷ്ടൻ, ലെസർ ദ ജന്മം. ശിഷ്ടന്മാരല്ല എന്ന് വെച്ചെങ്കിൽ പിന്നെയും ജന്മം എടുക്കേണ്ടി വരും ശിഷ്ടന്മാരാവാൻ. അത് ഭഗവാൻ ഇഷ്ടമല്ല. ഈ മാറാപ്പ് ചുമക്കുന്നത് ഭഗവാൻ ഇഷ്ടമല്ല. ഇതൊക്കെ തലേന്ന് ഊരി കളയാൻ പറയണം. പക്ഷെ ഊരി കളയില്ല, നമ്മൾ ശിഷ്ടരാകില്ല. നോക്കുക, ശിഷ്ടരല്ലാത്തവരേ ആവുള്ളൂ. ഉച്ഛിഷ്ടമാണ് നമ്മളൊക്കെ, ശിഷ്ടമല്ല. മനസ്സിലായോ? അപ്പോൾ അതാണ് അങ്ങനെ പറയുന്നത്. ശിഷ്ടകൃത്ത് വെച്ചെങ്കിൽ അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട്. സഹസ്രനാമത്തിൽ, ലളിത സഹസ്രനാമത്തിലും ഉണ്ട് ശിഷ്ട എന്നുള്ള നാമുണ്ട്. ശിവപ്രിയ, ശിവപര, ശിഷ്ടേഷ്ട, ശിഷ്ടപൂജിത. നാം ഓർമ്മയില്ലേ? ശിവപ്രിയ, ശിവപര, ശിഷ്ടേഷ്ട, ശിഷ്ടപൂജിത. ശിഷ്ടന്മാരെ ഇഷ്ടപ്പെടുന്നവർ, ശിഷ്ടേഷ്ട. അപ്പോൾ ശിഷ്ടകൃത്, ശിഷ്ടനാക്കി മാറ്റിയാലേ പിന്നെ ശിഷ്ടനെ ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ ശിഷ്ടകൃത് എന്നുള്ള നാമം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. സമയവും ഏതാണ്ടായി. അടുത്ത നാമം നമുക്ക് നാളെ നോക്കാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭഗവാനേ കൃഷ്ണ, ഗുരുവായൂരപ്പ രക്ഷിക്കണേ.